അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് കൺകുളിർമയുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സന്താനങ്ങളാണ്, മറ്റൊന്ന് സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, കൺകുളിർമയേകുന്ന വസ്തുക്കളാണ് സ്വർഗത്തിൽ അല്ലാഹു മനുഷ്യന് വേണ്ടി നിറച്ചു വെച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, فلا تعلم نفس ما أخفي لهم من قرة أعين. കൺകുളിർമയുള്ളതാകുന്ന വസ്തുക്കളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് പരിശുദ്ധമായ സ്വർഗം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മാനവ, ഒരു മനുഷ്യൻ്റെതാകുന്നതായ ആത്മാവും അവന്റെ ശരീരവും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, അവന്റെ മനസ്സ് ഇന്നുവരെ കണക്കാക്കിയിട്ടില്ലാത്ത കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് വിശുദ്ധമായ സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ. മക്കളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ പരിചയപ്പെടുത്തിയത് കൺകുളിർമയുള്ള വസ്തുക്കൾ എന്നാണ്, കണ്ണിന് കുളിർമയേകുന്ന വസ്തുക്കൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലദീന യഖൂലൂൻ. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ, അല്ലാഹുവേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാ. മോമിനായ മനുഷ്യന്റെ ദുആ അതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ ലഭിച്ച ആളുകൾ, നമ്മളൊക്കെ ഇപ്പോൾ മക്കളെ ലഭിച്ച ആളുകളാണ് ഇപ്പോൾ കൈ ഉയർത്തിയത്. ഇനി നിങ്ങളുടെ ദുആ എപ്പോഴും ഇതാവണം, നമ്മുടെ ഇണകളും നമ്മുടെ സന്താനങ്ങളും ഒക്കെ എന്താവണം? കൺകുളിർമയുള്ളതായി മാറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഴി പിഴച്ചു പോകാൻ പാടില്ല എന്നർത്ഥം. ഇത് ഭർത്താവിനും ദുആ ചെയ്യാം, കാരണം അവൻ്റെ ഇണയാണല്ലോ ഭാര്യ, അവൻ്റെ മക്കളാണല്ലോ അവൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ആണും പെണ്ണും മക്കളെല്ലാം. ഭാര്യയ്ക്കും ദ്വാരക്കാം, രണ്ടുപേരും ദ്വാരക്കേണ്ട ദുആ ആണ്. അപ്പോൾ സഹോദരിമാരും പഠിച്ചു വെക്കണം, സഹോദരങ്ങളും പഠിച്ചു വെക്കണം. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഇനി മുതൽ നമ്മൾ നിത്യമായി കൊണ്ടുവരേണ്ട പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന ഇണകളെ സന്താനങ്ങളെ കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഇമാമത്തായി, അവരുടെ നേതൃത്വമായി ഞങ്ങളെയും മാറ്റണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക് നേതൃത്വമായി ഞങ്ങളെയും നീ മാറ്റിത്തരണേ അല്ലാ. നല്ല ദുആ ആണ്, നല്ല ദുആ ആണ്. എല്ലാ ദിവസവും 5 നേരം നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അപ്പോഴേ ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ദ്വാരക്കുന്നു, ഭർത്താവിന് വേണ്ടി ഭാര്യ ദ്വാരക്കുന്നു, രണ്ടുപേരും മക്കളുടെ വിഷയത്തിലും ദ്വാരക്കുന്നു. മക്കൾ പിഴയ്ക്കൂല, നമ്മളും പിഴയ്ക്കാതിരിക്കാൻ അത് കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വഴിപിഴച്ചു പോകൂല, എല്ലാവരും വഴിപിഴച്ചു പോകാൻ അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ ദുആയിൽ അള്ളാഹു പറയുന്നു കൺകുളിർമയുള്ളതാകുന്ന വസ്തുക്കൾ എന്നാണ് മക്കളെ പരിചയപ്പെടുത്തിയത്. കൺകുളിർമയുള്ളവരാക്കിത്ത അള്ളാഹ്, അതാണ് വേണ്ടത്. നമ്മുടെ കണ്ണിന് കുളിർമയാകണം മക്കളെ കൊണ്ട്. മക്കൾ നല്ല വിദ്യാഭ്യാസം, ദറസിലും മദ്രസയിലും ആത്മീയമാകുന്ന വിദ്യാഭ്യാസം നുകർന്ന് ഭൗതികമാകുന്ന കലാലയത്തിലും ഉന്നതമായ മാർക്ക് വാങ്ങി വിജയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 2 വസ്തുക്കളെ കുറിച്ചാണ് കൺകുളിർമയുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സന്താനങ്ങളാണ്, മറ്റൊന്ന് സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു കൺകുളിർമയേകുന്ന വസ്തുക്കളാണ് സ്വർഗത്തിൽ അള്ളാഹു മനുഷ്യന് വേണ്ടി നിറച്ചു വെച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് فلا تعلم نفس ما أخفي لهم من قرة أعين. കൺകുളിർമയുള്ളതാകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് പരിശുദ്ധമായ സ്വർഗം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മാനവ, ഒരു മനുഷ്യൻ്റെതാകുന്നതായ ആത്മാവും അവന്റെ ശരീരവും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, അവന്റെ മനസ്സ് ഇന്നുവരെ കണക്കാക്കിയിട്ടില്ലാത്ത കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് വിശുദ്ധമായ സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ. അവ സ്വർഗം കൺകുളിർമയേകുന്നതാണ്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകട്ടെ. 2 വസ്തുക്കളെ കുറിച്ചാണ് അള്ളാഹു എന്ത് പറഞ്ഞിട്ടുള്ളത്? കൺകുളിർമയാകുന്ന വസ്തുക്കൾ, കണ്ണിന് കുളിർമയേകുന്നത് എന്ന് പറഞ്ഞത്. ഒന്ന് സന്താനങ്ങൾ, മറ്റൊന്ന് സ്വർഗം. എന്തിനാണത്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് നാം എത്തിക്കണം. അതിനാണ് മാതാപിതാക്കളുടെ ഡ്യൂട്ടി, നമ്മളുടെ പ്രവർത്തനം അതാണ്. എന്താണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്നതായ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നം രക്ഷിതാക്കളാകുന്ന നമ്മൾ നടത്തണം. പാപ്പായിമാരുടെ ഡ്യൂട്ടി അതാണ്. രക്ഷകർത്താവ് എന്നാണ് നമുക്കുള്ള പോസ്റ്റിൻ്റെ പേര്. മാതാപിതാക്കൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണത്? ഈ കുട്ടിയുടെ രക്ഷകർത്താവ് ആരാൻ എന്ന് ചോദിക്കുമ്പോൾ കൈ ഉയർത്തു, ഞാനാണ്. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴാണ് യഥാർത്ഥ രക്ഷകർത്താവാകുക. അല്ലാതെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുക അതിനു വേണ്ടിയിട്ടല്ല. രക്ഷകർത്താവ് എന്ന് പറയുന്ന പോസ്റ്റ് അതിനാണ്. മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കണം. അതിന് വാപ്പായും ഉമ്മായും ഒരേപോലെ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 പേരും ഒരേപോലെ പരിശ്രമിക്കണം. മക്കളുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല, എങ്ങനെയെങ്കിലും വളർന്നോട്ടെ, വെക്കേഷനാണ്. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ കണ്ട്, ഒരു ചെറുക്കൻ ഒരു വീടിൻ്റെ മച്ചിൽ പടിയിലോട്ട് കയറി നിന്നിട്ട് ഒരു കയ്യിലൊരു ബാത്റൂം കഴിയുന്ന പ്രശ്നം തോന്നുന്നുണ്ടോ, കൈക്ക് പിടിച്ചിട്ട് ഇരുന്നിട്ട് മാഷറ വിളിക്കുന്നു. കണ്ടില്ലായിരുന്നു നിങ്ങൾ? വീഡിയോ വൈറലായിരുന്നു, കണ്ടില്ല? കണ്ടവരാരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കുക നോക്കട്ടെ. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുക. കാണാത്തവർക്ക് കണ്ടവരെന്ത് ചെയ്യുക? സെൻഡ് ചെയ്ത് കൊടുത്തോ കേട്ടോ, അനുഭവം തന്നിരിക്കുന്നു. കണ്ടില്ലായിരുന്നു ഒരു ചെക്ക? അപ്പോൾ ഒരാൾ അതിനടിയിൽ കമൻറ്റിട്ടേക്കാണ് ഇനിയിപ്പോൾ ഉസ്താദ്മാരെയൊക്കെ ജോലി പോകുന്നു. കാരണം ഇവൻ എന്ത് ചെയ്യാണ്? കയറി നിന്നിട്ട് മാഷറ വിളിക്കുകയാണ് കാര്യമായിട്ട്. ഏതോ വീടിൻ്റെ പടിയിലോട്ട് കയറുകയാണ്. അപ്പോൾ അവനവിടെ കയറി നിന്നിട്ട് ഏതോ ബാത്റൂം കഴിയുന്ന പ്രശ്നമാണ്. അതും കൈക്ക് പിടിച്ചുകൊണ്ട്, തുണിയൊന്നുമില്ല, സംഭവം റായത്തായിട്ട് ഒത്തുപോയിക്കൊണ്ടിരിക്കുക. കൊച്ചു പയ്യനാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയിൻ. റാഹത്ത് അള്ളാഹു നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് ആത്മീയമാകുന്ന വിദ്യാഭ്യാസം നിർബന്ധമായും കൊടുക്കണം. ഭൗതികം മാത്രമാക്കരുത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം.
മദ്രസയിൽ പോകുന്നുണ്ടോ? കൃത്യമായി പോകുന്നുണ്ടോ? എല്ലാ ക്ലാസ്സുകളും കൃത്യമായി പങ്കെടുക്കുന്നുണ്ടോ? അത് പ്രത്യേകമായി രക്ഷകർത്താക്കളാകുന്ന നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഡ്യൂട്ടിയാണത്. കുട്ടികൾ ചിലപ്പോൾ പറയും നാളെ പോകണ്ട, നാളെ ശക്തമായ മഴ വരുമെന്ന് ന്യൂസ് കിട്ടിയിട്ടുണ്ട്, നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കാൻ, ചൂടാണ്, നമുക്കിനി പോകണ്ട. അപ്പോൾ വാപ്പായും പറയണം എന്നാൽ ചൂടാണ് പോകണ്ട, ഉമ്മായും പറയുന്നു എന്നാൽ നമുക്ക് പോകണ്ട. കുട്ടികൾ പറയുന്നതിനൊപ്പിച്ച് നമ്മൾ നമ്മുടേതാകുന്ന കാര്യങ്ങളെ മാറ്റിമറിക്കുകയല്ല, മറിച്ച് കൃത്യമായി ക്ലാസ്സിൽ പോകുന്ന സാഹചര്യമുണ്ടാവണം. ഇപ്പോൾ മദ്രസകളൊക്കെ സമയം ടൈം ടേബിൾ മാറ്റിയിട്ടുണ്ട്, അതിരാവിലെ ആക്കിയിട്ടുണ്ട്, സമയം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, റാഹത്തായ നിലയിൽ കൃത്യമായി മദ്രസയിൽ വിടാനുള്ള സാഹചര്യമുണ്ട്. ഒഴിവാക്കാൻ പാടില്ല. ഒരു ക്ലാസ് മിസ്സായാൽ അത് വലിയ അപകടമാണ്. അന്നായിരിക്കും മർമ്മപ്രധാനമായ പലതും പഠിപ്പിച്ചു പോകുന്നത്, അത് ഒഴിവായിക്കൂടാ. ഞായറാഴ്ച ദിവസം കല്യാണം വരുന്നു, നമ്മൾ കല്യാണത്തിന് പോയാൽ ആർക്കാ പ്രശ്നം? നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കും നമ്മുടെ മക്കൾക്കുമാണ് ആ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്നത്. മദ്രസയിൽ പഠിപ്പിക്കേണ്ടത് ഉസ്താദുമാർ കൃത്യമായി പഠിപ്പിച്ചു പോകും. ചിലർ മദ്രസയിൽ വിടൂല, ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആരെങ്കിലും വിളിച്ചിട്ടൊരു ട്യൂഷൻ, അതോടുകൂടി അങ്ങ് മതിയാക്കാൻ. അതും പറ്റൂല. മദ്രസയിൽ വിട്ട് തന്നെ മക്കളെ പഠിപ്പിക്കണം. അത് 5ാം ക്ലാസ് കൊണ്ട് മതിയാക്കാനുള്ളതല്ല, അത് +2 തലം വരെ കൃത്യമായി പഠിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മക്കൾക്ക് ഖൈറായ വിദ്യാഭ്യാസം നൽകാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിർബന്ധമാണത്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ സന്താനങ്ങളും അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്തുമെല്ലാം സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ പ്രൗഢിയാണ്. ഒക്കെ ദുനിയാവിന്റെ വസ്തുക്കളാണ്. المال والبنون زينة الحياة الدنيا. ഇതൊക്കെ ദുനിയാവിൻ്റെ പ്രൗഢികളിൽപ്പെട്ടതാണ്. മക്കളെ കൊണ്ട് ഗരിമ വെക്കുന്ന ആളുകളുണ്ട്, ധാരാളം മക്കൾ, 5 മക്കളുണ്ട്. അവൻ ഇന്നതിൽ ജയിച്ചു, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ നടത്തി, ഇത്ര രൂപ ശമ്പളമുള്ളവനാണ്. ഇതൊക്കെ ആളുകൾക്ക് മുന്നിൽ പറഞ്ഞ് ഗരിമ വെക്കലാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഇതൊക്കെ ദുനിയാവിൻ്റെ പ്രൗഢികളാണ്. അള്ളാഹ് പറയാണ്, നിന്റെ ഈ സമ്പത്തും നിന്റെ ഈ സന്താനങ്ങളും ഒക്കെ ദുനിയാവിൻ്റെ പ്രൗഢികളാണ്. മക്കളെ ആഖിറത്തിലേക്ക് മാറ്റാൻ വാപ്പായും ഉമ്മായും വിചാരിച്ചാൽ നടക്കും. കാരണം ഈ മക്കളൊക്കെ കള്ളുകുടിയും വ്യഭിചാരവും സിനിമയും സീരിയലും റീൽസ് കളിച്ചും അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് രാവും പകലും പോകാൻ കാരണം രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്. മനസ്സിലാക്കണം. നമ്മൾ കാരണമാണ്. ആര് പറയുന്നു? അള്ളാഹു പറയാൻ. നിബിതങ്ങൾ പറയുന്ന ഹദീസ് ഇതാ കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും കുട്ടികൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധമാകുന്ന പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് കടന്നു വരുന്നത് അവർ ശുദ്ധമായ പ്രകൃതിയിലാണ്. ചെറിയ കുഞ്ഞ് പൈതൽ, വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഉമ്മ പ്രസവിച്ചിട്ടതാകുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തെറ്റാണ് അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശുദ്ധ പ്രകൃതിയുടെ മേലാണ് അവൻ ഈ ലോകത്ത് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്.
فأبواه يهودانه أو ينصرانه أو يمجسانه. മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, മാതാപിതാക്കളാണ് അവനെ നസ്രാനിയാക്കുന്നത്, മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ കള്ളു കുടിക്കുന്നവനാണ് ഉസ്താദേ, എൻ്റെ മകൾ പിഴച്ചുപോയി ഉസ്താദേ, അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബന്ധം പുലർത്തിപ്പോയി ഉസ്താദേ, സങ്കടം പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ, നിങ്ങളാണ് കുറ്റക്കാരൻ നബിയുനാ റസൂലുള്ളാഹി. മക്കൾക്ക് കൊടുക്കേണ്ട ആത്മീയത തൊട്ടു തീണ്ടാതെ അവരെ മോശപ്പെട്ട തലത്തിലേക്ക് പറഞ്ഞു വിട്ടവരല്ലേ. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തു വിട്ടതാകുന്ന ഉമ്മയല്ലയോ. അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകളും മോശപ്പെട്ട സിനിമകളും കണ്ടുകൊണ്ട് യൂട്യൂബിലൂടെ റീൽസുകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച് വളർന്നതായ തലമുറയല്ലേ, തലമുറയല്ലേ. എങ്ങനാണ് പിഴയ്ക്കാതിരിക്കുക? ആരാണ് കുറ്റക്കാർ? പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹൗദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. കുട്ടികൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിൽ മേലാണ്. അവരെ പിഴപ്പിക്കുന്നത് മാതാവും പിതാവും ചേർന്നിട്ടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ വാപ്പായും ഉമ്മായും കടമകൾ നിർവഹിക്കണം, കടമ നിർവഹിക്കണം. മക്കളോട് ചില കടമകളുണ്ട്. ചിലർ പറയും, സാധേ മക്കൾ എന്നെ നോക്കുന്നില്ല, മക്കൾ എനിക്ക് ചെലവ് തരുന്നില്ല. എങ്ങനെ തരും? നീ ഇന്ന് വരെ മക്കളോടുള്ള കടമ പൂർത്തീകരിച്ചോ? എന്താണ് ഒരു വാപ്പാക്കും ഉമ്മാക്കുള്ള കടമ? എന്താണ് കടമ? ധാരാളം കടമകളുണ്ട്. ഇതാ കേട്ടോ, ശരിക്കും കേട്ടോ. നമ്മൾക്ക് ചില ആളുകൾക്ക്, രക്ഷിതാക്കൾക്ക് മക്കളെ കുറിച്ചാണ് 100 പരാതിയാണ്. എൻ്റെ മകൻ അതാണ് ഇതാണ് അതാണ് ഇതാണ്. മക്കളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണയില്ല. ഈ അനുസരണ വരണമെങ്കിൽ അനുസരണശീലം വളർത്തുന്ന തലത്തിലേക്ക് അവനെ പറഞ്ഞു വിടണമായിരുന്നു. മദ്രസയിലെ വിദ്യാഭ്യാസം എത്ര വരെ നീ കൊടുത്തിട്ടുണ്ട്? ഏതുവരെ നീ നൽകിയിട്ടുണ്ട്? ചിന്തിക്ക്. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ജാഅ റജുലുൻ ഇലാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. ജാഅ റജുലുൻ ഇലാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുകയാണ്. എന്താണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകന്റെ കൈക്ക് പിടിച്ചിട്ടാണ് വരുന്നത്. ആഖിദം ബിയദി ഇബ്നിഹി, സ്വന്തം മകന്റെ കൈക്ക് പിടിച്ചിട്ടാണ് വരുന്നത്. മകന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അവനെങ്ങനെ വലിച്ചോണ്ട് വരികയാണ്. ആരുടെ അടുക്കലേക്ക്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു വാപ്പ മകനായിട്ട് വരികയാണ്. എന്തിനാ വരുന്നത്? യസ്തകീ അൻ ഇബ്നിഹി, സ്വന്തം മകനെ കുറിച്ചുള്ള പരാതിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വന്നിട്ട് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന ഇബ്നി ഹാദാ യഖുനി. അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മകനെക്കുറിച്ചാണ് പരാതി. ആർക്ക്? വാപ്പാക്ക്. ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. എല്ലാവരും കൈ വന്നില്ലല്ലോ. കൈ ഉയർത്താൻ മടിയാൻ തോന്നുന്നു. സ്കൂളിൽ പോലും കൈ ഉയർത്താത്ത സൈസുകളാണ്. ആയിക്കോട്ടെ,
അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മതി മുട്ടായിയൊന്നുമില്ല. അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഈ കൈ ഉയർത്തിയവർക്കൊക്കെ അള്ളാഹു പ്രത്യേകം ബറക്കത്ത് ചൊരിയട്ടെ. കൈ ഉയർത്താത്തവർക്ക് കൈ ഉയർത്താനുള്ള തൗഫീഖും അള്ളാഹു നസീബാക്കട്ടെ. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾ ഇടത് കൈ കൊണ്ട് കഴിച്ചു. എങ്ങനെ കഴിച്ചു? ഇടത് കൈ കൊണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്കതൊരു ഇൻസൾട്ടായിട്ട് തോന്നി. ആൾക്കാരുടെ മുന്നിൽ വെച്ചാണല്ലോ ഭക്ഷണത്തലികയിൽ ആളുകളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നബി ഇങ്ങനെ അയാൾ അടുത്തോട്ട് പറഞ്ഞു, കുൽ ബി യമീനിക്, മോനെ വലത് കൈ കൊണ്ട് കഴിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വലത്തെ കൈ പൊങ്ങുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലർ ഉടായ്പ പറയും, തരികിട, ഈ കൈ പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിനത് കഴിക്കും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ ആ കൈ ഇനി പൊങ്ങത്തില്ല, പൊങ്ങാതിരിക്കട്ടെ. പിന്നെ ആ കൈ പൊങ്ങിയിട്ടില്ല എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ വലത്തെ കൈ എന്തിട്ടില്ല, ഉയർത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇനി കയ്യാരം ഉയർത്താൻ പറ്റാൻ ഞാൻ ശപിച്ചെന്ന് കരുതരുത് കേട്ടോ. ഞാനൊരു ചരിത്രം അതിനിടയിൽ കൂടെ അങ്ങ് പറഞ്ഞു തന്നു മാത്രം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ തന്നെ പ്രിയപ്പെട്ട മകനുമായി കടന്നു വരുകയാണ്. ജാഅ റജുലുൻ ഇലാ അമീറുൽ മുഅ്മിനീൻ ആഖിദൻ ബിയദി ഇബ്നിഹി വഹുവ യഖൂൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ ഇന്ന ഇബ്നി ഹാദാ യഖൂനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഇബ്നി ഹാദാ യഖൂനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പറഞ്ഞാലൊന്നും അനുസരണയൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ ആ മകനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ആ മകനെ ചേർത്ത് നിർത്തിയിട്ട് അവനോടായിട്ട് ചോദിക്കുകയാണ്, അമാ തഖാഫുല്ലാഹ് ഫീ ഉഖൂഖിൽ വാലിദൈൻ, പൊന്നുമോനെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ? അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ റബ്ബിനെ പേടിക്കുന്നില്ലേ? അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഅം, ഉണ്ട്, പേടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അക്കമിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, മാതാപിതാക്കളോടുള്ള കടമകൾ ഓരോന്നോരോന്നായിട്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ധാരാളം കടമകൾ. അതൊക്കെ അക്കമിട്ട് പറഞ്ഞു. അവരെ ചീത്ത വിളിക്കരുത്, അവരെ തെറി വിളിക്കരുത്, അവരെ ശകാരിക്കരുത്, അവരോട് മോശമായ സംസാരം വരരുത് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് നിലകൊണ്ടതാകുന്ന ആ ചെറുപ്പക്കാരൻ, ആ ചെറിയ കുട്ടി, അദ്ദേഹം ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ ഹൽ ലിൽ ഇബ്നി അലൽ വാലിദി ഹഖ്ഖുൻ യാ അമീറൽ മുഅ്മിനീൻ, കുട്ടികളോട് മാതാപിതാക്കൾക്ക് വല്ല ബാധ്യതയുണ്ടോ? ഉപ്പമാർക്ക് ബാധ്യതയുണ്ടോ? കുട്ടികളോട് വാപ്പാക്ക് വല്ല ബാധ്യതയുണ്ടോ? അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് ഞാൻ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണ്. എൻ്റെ വാപ്പാടെ പരാതിയുടെ പുറത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. വാപ്പാക്ക് എന്നെക്കുറിച്ച് ഒരുപാട് പരാതിയാണ്, ഞാനതെല്ലാം കേട്ടു. നിങ്ങൾ പറയുന്ന ആയത്തും ഹദീസും ഒക്കെ കേട്ടു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളോട് വാപ്പാക്ക് വല്ല കടമയുമുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഅം, ഉണ്ട് മോനെ, മാതാപിതാക്കൾക്ക് മക്കളോട് കടമകൾ ധാരാളമുണ്ട്. അപ്പൊ ഇവൻ ചോദിച്ചു, എന്താണ് ആ കടമകൾ, ആ ഹക്കുകളൊന്ന് പറയും. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ കുറച്ചൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 എണ്ണം പറഞ്ഞു കൊടുത്തു. എത്ര എണ്ണം പറഞ്ഞു? 3 കടമ. അത് മാത്രം കേട്ടാൽ മതി, ഏകദേശം നമ്മുടെ കാര്യത്തിൽ തീരുമാനവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.
മാതാപിതാക്കളെ നേരത്തെ കൈ ഉയർത്തിയ ആളുകളുണ്ടല്ലോ, ശരിക്കും കേട്ടോളി, പെണ്ണുങ്ങളും കേട്ടോ, ശരിക്കും കേട്ടോ. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒന്നാമതായിട്ട് പറയുന്നു അയ്യുഹസ്സിന ഇസ്മഹു, നല്ല പേരിടണേ, പേരിടണേ. കുട്ടികൾക്ക് മാന്യമായ പേരിടൽ നിർബന്ധമാണ്. അത് വാപ്പയുടെ മേലുള്ള കടമയാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുട്ടി ജനിച്ചാൽ 7ന്റെ അന്ന് നല്ല പേരിടണം. 7 ദിവസമുണ്ട്, 7ന്റെ അന്ന് വിളിച്ചാൽ മതി. 3ന്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പേര് കൊടുക്കണം. ഉസ്താദെ ആയിക്കോട്ടെ, എന്നാൽ നേരത്തെ പേര് സെലക്ട് ചെയ്ത് വെച്ചോളി. ഇത് കുട്ടി ജനിച്ച് 3ന്റെ അന്ന് രാത്രിയാവുമ്പോൾ പാതിരാത്രി 10 മണിക്ക് തന്നെ ഉസ്താദന്മാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. ഉസ്താദെ ഷൂഷുവിൻ്റെ അർത്ഥം എന്താ ഉസ്താദെ? ഷാഷീജിൻ്റെ അർത്ഥം എന്താ ഉസ്താദെ? ഷവൻഷായുടെ അർത്ഥം എന്താ ഉസ്താദെ? അവരെ ഉറക്കത്തില്ല, നേരം വെളുക്കുന്നിടം വരെ ഹലാക്ക്, സുബൈ വരെ ഇത് തന്നെ കളി. എടാ 9 മാസം 10 ദിവസം ഗർഭം ചുമന്നു നിന്റെ ഭാര്യ, നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചുകൂടെ? ഒരാടിൻ്റെ ഒരു പെണ്ണിൻ്റെയും പേര് റെഡിയായിക്കോ. ഏതാ വരുന്നത്? അള്ളാഹു തരുന്നത് അൽഹംദുലില്ലാ പറയും, അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യത്തെ കൺമണി പെണ്ണാണ് എങ്കിൽ ഏറ്റവും ഖൈർ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, യഹബു ലിമൻ യനാസു ഇനാസ യഹബു ലിമൻ യശാഉ ഇനാസ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പെണ്ണിനെ നൽകും. ആദ്യത്തെ കൺമണി പെണ്ണാണ് എങ്കിൽ ഒന്നുകൂടി ഖൈർ. ഇനി ആണാന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട, ഉള്ളതായിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണാണെന്ന് കരുതിയിട്ട് കണ്ണെന്ത് ചെയ്യണ്ട, കണ്ണ് മഞ്ഞളിക്കണ്ടെന്ന്, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലർക്ക് പെണ്ണ് വരുന്നത് വലിയ ബുദ്ധിമുട്ട്. ആദ്യത്തെ ആണാണെങ്കിൽ റാഹത്ത്, എന്നിട്ട് ആണായിട്ട് എന്താ കാര്യം? നല്ല കൂമ്പിന് ഇടി കിട്ടും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരുത്തൻ, നല്ല സിസ്മായിക്കുള്ള ഒരുത്തൻ, കണ്ടില്ലായിരുന്നോ? ഒരു പിതാവിനെ സ്വത്ത് തർക്കത്തിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്കും പൂമുഖത്തിരുന്ന പിതാവിൻ്റെ മുഖം ഇടിച്ച് പൊളിച്ചു. നല്ല ജിമ്മുള്ള ഒരുത്തൻ, കണ്ടായിരുന്നോ? ആ വീഡിയോ കണ്ടവരെത്ര പേര്? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെയാണ് നിങ്ങളും കണ്ടത്. കൊള്ളാം, ഇനി എന്താ വേണം? അപ്പോൾ സംതൃപ്തിയായി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. കണ്ടില്ലായിരുന്നു ഒരാൾ ഒരുത്തനായിരുന്നു ഇടിക്കുന്ന, കണ്ടില്ലേ? ഇടിച്ചിട്ട് മുഖം ആകെ ചോര വന്നിട്ട് പെണ്ണുങ്ങൾ ആരാണ്ട് വന്ന് തോർത്തെടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ട് മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ വീണ്ടും വന്നിട്ട് പാറക്കല്ലിൻ്റെ ചീലെടുത്തിട്ട് സ്വന്തം പിതാവിൻ്റെ നേരെ വലിച്ചെറിയാൻ. ചോര വന്നിട്ട് മൂക്കിൻ്റെ പാലം പൊട്ടി ചോര ഇങ്ങനെ നിർഗളിക്കുകയാണ്, പുറത്തേക്ക് ഇങ്ങനെ വീണാൻ. വീണ്ടും ദേഷ്യം അവന് തീരുന്നില്ല. വീണ്ടും സൈഡിൽ കൂടെ ഇപ്പുറത്തൂടെ വീണ്ടും വന്നിട്ട് ആഞ്ഞ് ചവിട്ടാൻ, വീണ്ടും തൊഴിക്കാൻ. ആദ്യത്തെ പഞ്ചിടി തന്നെ ഒരു 10-15 ഇടിയാണ്. വാപ്പ തടഞ്ഞിട്ടേ ഇല്ല, അച്ഛൻ തടഞ്ഞിട്ടേ ഇല്ല. മുഖത്തിടിച്ചിട്ടിടിച്ചിടിച്ചിടിച്ച് പദം വരുത്തി വെച്ചിരിക്കുകയാണ്. ചോര വന്നിട്ട് വാർന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഏത് മതമാണോ വിഷയമല്ല, അതല്ല നമ്മുടെ ചർച്ച. ഒരു പിതാവിനെയാണ്, ഒരു രക്ഷകർത്താവിനെയാണ്, ഒരു അച്ഛനെയാണ് ഈ രീതിയിൽ സ്വന്തം മക്കൾ പെരുമാറുന്നത്. സ്വത്തിൻ്റെ തർക്കാൻ, സ്വത്തുണ്ടായോണ്ടാണല്ലോ ഈ കുരുത്തക്കേടൊക്കെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്ക്, നമ്മുടെ തലമുറ എവിടെയാണ് എത്തിച്ചേരുന്നത്. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അയ്യുഹസ്സിന ഇസ്മഹു, നല്ല പേരിടൽ നിർബന്ധമാണ്. നല്ല പേരിട്ട് കൊടുക്കണം. ഇപ്പൊ എല്ലാവർക്കും പേരിടാനൊക്കെ ഇന്റർനെറ്റിനോടാണ് ചോദിക്കുന്നത്. ഗൂഗിൾ മാമനോട് ചോദിക്കും, മൂപ്പരെന്തെങ്കിലും പറയും, അതങ്ങ് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഉമ്മാടെ പേരിൻ്റെ ആദ്യ അക്ഷരം, വാപ്പാടെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം, ഇങ്ങനെയൊക്കെയാണ്. ഉമ്മാടെ പേര് സനൂജ, വാപ്പാടെ പേര് മൂസ, രണ്ടും കൂടി ചേർത്തപ്പോൾ സമൂസ പേരിട്ട് കൊടുത്തേക്ക്. കാരണം ഉമ്മാടെ അവിടുന്ന് സായു എടുത്ത് വാപ്പാടെ മൂസായും എടുത്ത് രണ്ടും കൂടി ചേർത്ത് വെച്ച്, അപ്പോൾ സമൂസ എന്നായി. എന്നാലും കുഴപ്പമില്ല, പേര് വിളിക്കൽ തന്നെ, എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സാനിയ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. 30 പേരാണ്. വ്യഭിചാരിണി എന്ന അർത്ഥം, വ്യഭിചരിക്കുന്നവളെന്നാണ് പച്ച, അതിൻ്റെ അർത്ഥം അതാണ്. നമ്മളെന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ഇടരുത്. ആരുടെയെങ്കിലും ഇതുവരെ ഇടാത്ത പേര് വേണമെന്ന് ശൈത്താനും നിട്ടോളാൻ പറഞ്ഞു, പിന്നെ തോക്കാട് കയറുന്നു. ആർക്കും ഇല്ലാത്ത പേര് തപ്പി നടക്കുക. അതിനങ്ങനെ നടക്കുന്നു. ഒരാൾ പോലും ഇടാത്ത ഏതെങ്കിലും ഒരു പേരങ്ങോട്ട് കൊടുക്കുമ്പോൾ പറയും അത് മൂത്താപ്പാടെ പേരാണ്, അത് ഇളയമ്മയുടെ പേരാ,
അത് അനിയത്തിയുടെ പേരാണ്, അത് ചേട്ടൻ്റെ പേരാ, അത് ചേട്ടൻ്റെ അപ്പുറത്തെ വീട്ടിലെ പശുവിനിട്ടിരിക്കുന്ന പേരാണ്, അതാ ഇതാന്നും പറഞ്ഞുകൊണ്ട് ഒന്നും പിന്നെ അവന് ഇത് തന്നെ ഒരു പേര് ഇവന് പറ്റൂല. എന്താണ് അങ്ങനെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വ ഇന്ന അഹബ്ബൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ നാമമാണ് അബ്ദുല്ല എന്ന പേരും അബ്ദുർറഹ്മാൻ എന്ന നാമവുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അബ്ദുല്ല അബ്ദുർറഹ്മാൻ, ആർക്കെങ്കിലും ഉണ്ടോ പേര്? അബ്ദുല്ല അബ്ദുർറഹ്മാൻ. ദാ ഒന്ന്. വേറെ ആരാ? ഒരാളുണ്ട്. അങ്ങടെ പേര്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറ്റുള്ള പേരൊന്നും മോശമെന്നല്ല, പക്ഷെ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള നാമങ്ങളാണിത്. മുഹമ്മദ് എത്ര ശ്രേഷ്ഠമായ നാമമാണ്. ആരാണ് അത് മാത്രമായി മക്കൾക്ക് ഇന്ന് വിളിക്കലുള്ളത്? ആയിഷ, ഹഫ്സ, മാരിയ, എത്ര നല്ല പേരുകളാണ്. നമ്മൾ ഈ പേരൊക്കെ ഇട്ട ഫാത്തിമ എന്തെങ്കിലും പേരിട്ട അതിനോടൊപ്പം ചേർത്ത് എന്തെങ്കിലും ഇടും. നമുക്കങ്ങനെയാണ്. അത് പൂർണ്ണമായി അത് മാത്രം ഇടാൻ നമുക്കൊരു മടി. കുട്ടി ജനിക്കുമ്പോൾ ഇന്ന പേരിടണമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ജനിച്ചു കഴിയുമ്പോൾ പേരിനൊപ്പം എന്തെങ്കിലുമൊക്കെ ലുലു, കലു, ചല, മല എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെച്ചേക്കും. അപ്പം അതിൻ്റെ ആ ഫളീലത്ത് പോയി, ശ്രേഷ്ഠത നഷ്ടപ്പെട്ട്, ആ മഹത്വം പോയി. എന്തെങ്കിലും അതിനോടൊപ്പം ചേർത്ത് നമുക്കൊന്ന് ഇടണം. പിന്നെ അവസാനം വിളിക്കുക ആ പേരെ വിളിക്കുള്ളൂ, ആ ചേർത്തിട്ട പേരാ വിളിക്കുന്നത്. ഈ ഫാത്തിമ എന്നുള്ള പേരും ആയിഷ എന്നുള്ള പേരും ഹഫ്സ എന്നുള്ള പേരും ഒക്കെ പോയി. അപ്പം നിന്റെ നീയത്ത് നല്ലതല്ല, വെറുതെ ഒരു പേരും കിട്ടുമെന്ന് മാത്രം. ഞാൻ കൂടുതൽ അതിൽ കടന്ന് പറയുന്നില്ല, അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഒരുപാട് പറയാനുണ്ടത്. 7-ന് അന്ന് അറവ് നടത്തുന്നതും അഖീഖയുമായി ബന്ധപ്പെട്ടതുമൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയാനുണ്ട്. ഒക്കെ പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോൾ ഒറ്റ വാക്കിൽ നിർത്താണ്, നല്ല പേര് ഇടണം. വാപ്പാടെ ഉമ്മാടെയും കടമയാണ്. സമയം ഇഷ്ടം പോലെയുണ്ട്. ആലോചിച്ച് ആലിമീങ്ങളുമായി ചർച്ച ചെയ്ത് ഓരോ പേര് സെലക്ട് ചെയ്ത് പേരിൻ്റെ തന്നെ പുസ്തകം വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഇഷ്ടം പോലെ നല്ല ഉസ്താദുമാർ എഴുതിയ തന്നെ നല്ല പുസ്തകങ്ങൾ, അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്ന ബുക്ക് തന്നെ വാങ്ങാൻ കിട്ടും. 100 രൂപ എടുത്താൽ മതി. വേണേൽ ആ ബുക്ക് തന്നെ വാങ്ങിച്ചു വെച്ചോ. 1000-ലധികം പേരുണ്ട്. എന്നിട്ട് അതിൽ ഇഷ്ടമുള്ളത് ഇട്ടോ, ഒരു പ്രശ്നമില്ല. ഓരോരുത്തരും ഓരോ ബുക്ക് അങ്ങ് വാങ്ങിച്ചു വെച്ചാൽ റാഹത്താണ്. കാരണം എന്തായാലും വീട്ടിൽ കുട്ടികളുണ്ടാവും, ഒരു 5 കുട്ടികളെങ്കിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ പേരിടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, ഇതും കിട്ടോളി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം നല്ല പേര് സെലക്ട് ചെയ്യുക. ഇത് ചില അർത്ഥങ്ങളൊക്കെ വളരെ മോശം അർത്ഥമാണ്. അവസാനം അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയും ഗൂഗിൾ മാമനോട് ചോദിച്ചു എന്ന്. ഓഹ് അല്ലാ, അവൻ്റെ മെയിൻ ആൾക്കാരാ. ഗൂഗിൾ മാമനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു തന്നെയാന്നായി പറയുന്നത്. അപ്പം അങ്ങനെ തലയിരിഞ്ഞ അർത്ഥം. അവരെന്ത് ചോദിച്ചാലും നല്ല അർത്ഥമേ തരുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കടമയാണ് ആ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അയ്യുഹസ്സിന ഇസ്മഹു, പേര് നന്നാക്കൽ നിർബന്ധമാണ്, മാത്രമല്ല രണ്ടാമത്തെ കാര്യം, അവൻ മാതാവിനെ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ തെരഞ്ഞെടുക്കൽ നിർബന്ധമാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ അവന്റെ ഭാര്യയെ, ഇണയെ, സഖിയെ തെരഞ്ഞെടുക്കണം. നല്ല ദീനീബോധമുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ള പെണ്ണായിരിക്കണം. അത് പെണ്ണും അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കണം. ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ കഞ്ചാവ് അടിച്ച് നടക്കുന്നവനെ ആകരുത്. നല്ല സ്വാലിഹായ മനുഷ്യൻ, 5 വഖത്ത് നിസ്കാരമുള്ളവൻ, ഇബാദത്തുകൾ കണിശത വെക്കുന്ന മനുഷ്യനെ വേണം തിരഞ്ഞെടുക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ.